ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൗസർ ഇസ്ലാമിക് സ്റ്റഡീസ് റമദാൻ വിഭവത്തിൻ്റെ 2-ാം ദിവസത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ ഒരു ഹദീസ് നമുക്കിന്ന് കേൾക്കാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാസത്തുൻ ലാ തുറദ്ദു ദഅവതുഹു. 3 വിഭാഗം ആളുകളുടെ പ്രാർത്ഥന ഒരിക്കലും അള്ളാഹു തള്ളിക്കളയുകയില്ല. അതിലൊന്ന് അൽ ഇമാമുൽ ആദിൽ, നീതിമാനായ ഭരണാധിപൻ. രണ്ടാമത്തെയാൾ വസ്വാഇമു ഹത്താ യുഫ്തിറ, നോമ്പുകാരൻ നോമ്പ് തുറക്കുന്ന സമയം വരെയുള്ള പ്രാർത്ഥന. മൂന്നാമത്തെയാൾ വദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടയാളുടെ പ്രാർത്ഥന. യർഫഉഹല്ലാഹു ദൂനൽ ഗമാമി യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ മേഘങ്ങൾക്ക് മുകളിലും ആ പ്രാർത്ഥന ചെന്നെത്തും. വതുഫ്തഹു ലഹാ അബ്വാബുസ് സമാ, ആകാശത്തിൻ്റെ വാതിലുകൾ അദ്ദേഹത്തിൻ്റെ വിളിക്ക് വേണ്ടി തുറക്കപ്പെടും. വയഖൂലു ബിഇസ്സതി, അല്ലാഹു റബ്ബുൽ ആലമീൻ ഇപ്രകാരം പറയും, എൻ്റെ അഭിമാനത്തെ തന്നെ സത്യം, ലഅൻസുറന്നക വലൗ ബഅദ ഹീൻ, അല്പം വൈകിയാലും നിന്നെ ഉറപ്പായും ഞാൻ സഹായിച്ചിരിക്കും. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന സ്വീകരിക്കുന്നത് അള്ളാഹുവാണ്, അള്ളാഹു മാത്രമാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ അള്ളാഹു നബിയോട് പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലെ, എൻ്റെ ദാസന്മാർ എന്നെപ്പറ്റി അങ്ങയോട് ചോദിച്ചാൽ, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, ഞാൻ തൊട്ടടുത്ത് തന്നെ ഉണ്ടെന്ന് പറയൂ നബിയെ, വിദൂരസ്ഥനല്ല, ഞാൻ സമീപസ്ഥനാണ്. എന്നോട് ചോദിച്ചാൽ ഞാൻ അവരുടെ വിളിക്ക് ഉത്തരം നൽകാമെന്ന് അവരോട് പറയാൻ അള്ളാഹു റബ്ബുൽ ആലമീൻ അള്ളാഹുവിൻ്റെ റസൂലിനോട് ആജ്ഞാപിക്കുന്നത് നമുക്ക് കാണാം. നാം എല്ലാവരും നോമ്പുകാരാണ്. നോമ്പ് തുറക്കുന്ന സമയം വരെയുള്ള നമ്മുടെ പ്രാർത്ഥന ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ പ്രാർത്ഥനയിൽ ദുനിയാവ് മാത്രം കടന്നു വന്നാൽ പോരാ, ആഖിറവും വേണം. പലപ്പോഴും നമ്മുടെ ദുആകളിൽ നമ്മുടെ ജോലിയിലുള്ള അഭിവൃദ്ധി, സാമ്പത്തിക അഭിവൃദ്ധി, മക്കളുടെ എക്സാം, അതുപോലെ നമ്മുടെ ദുനിയാവുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളായിരിക്കും അധികവും കടന്നു വരാറുള്ളത്. പക്ഷേ ആഖിറവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മറക്കാതെ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കണം. നമ്മുടെ അന്ത്യം നന്നായി കിട്ടണം, തന്നെ കിടക്കേണ്ട ഖബറിൽ വെളിച്ചം വാങ്ങണം, പിന്നെ അങ്ങോട്ടുള്ള മഹിഷറയിൽ നമുക്ക് അള്ളാഹു സഹായിക്കണം. ഇങ്ങനെ തുടങ്ങുന്ന പരലോകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ദുനിയാവിൻ്റെ കാര്യങ്ങൾ ചോദിക്കുന്ന കൂട്ടത്തിൽ മറക്കാതെ നാം ചോദിക്കണം. കാരണം അള്ളാഹുവിന് വേണ്ടി പട്ടിണിയിരിക്കുന്ന നമുക്ക് പടച്ചവൻ പ്രത്യേകമായ ഒരു പരിഗണന നൽകുന്നുണ്ട്. സത്യവിശ്വാസികളുടെ മൂർച്ചയുള്ള ആയുധമാണ് പ്രാർത്ഥന എന്നുള്ളത്. അതുകൊണ്ട് അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു നൽകാമെന്ന് പറഞ്ഞിരിക്കെ ഒരു മടിയും കൂടാതെ അള്ളാഹുവിനോട് ചോദിക്കുക എന്നുള്ളതാണ് നോമ്പുകാരായ വിശ്വാസികളായ നാം ഓരോരുത്തരും സ്വീകരിക്കേണ്ട നിലപാട്. അള്ളാഹു നമ്മുടെ എല്ലാ ദുആയും എല്ലാ പ്രാർത്ഥനയും നമ്മുടെ നോമ്പും മുഴുവൻ കർമ്മങ്ങളും പരിപൂർണമായും സ്വീകരിക്കട്ടെ.